അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടങ്ങല്ലേ എന്നും പറയുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആൾക്കാരാണെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ആക്കുക. ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. പതിനാഥ് ടെമ്പിൾ സൗണ്ടെല്ലാം പോയി, സൗണ്ട് പോയി. സ്റ്റെപ്പ് എങ്ങനെയുണ്ട്? കയറുവോ? ഞങ്ങൾ പോവും ഉറപ്പായിട്ടും. ഇത് നമ്മളെ കാഠ്മണ്ഡുവിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇത് എങ്ങനെ തുടങ്ങണമെന്ന് നമുക്കറിയില്ല, കാരണം നമ്മൾ വ്ളോഗിങ്ങിലേക്ക് ആദ്യമാണ്. എന്നാലും നമുക്ക് തുടങ്ങണമല്ലോ. അതായത് വെച്ചാൽ കാഠ്മണ്ഡുവിലെ രണ്ടാമത്തെ ദിവസം ഫുള്ള് ടെമ്പിൾ വിസിറ്റ് ചെയ്യും. ഇതിനെ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ലെങ്കിലും നമ്മൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണെന്ന് പറയാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തോളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ചെന്ന പാടത്തിന് ഞാൻ വിചാരിച്ച് ഇതങ്ങ് ഓടിപ്പാഞ്ഞങ്ങ് കയറാതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഇഷ്ടംപോലെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് കയറിയാലേ നമുക്ക് അതിൻ്റെ മുകളിലെത്താൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ യോധ ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തത്. അതിനെ കൊണ്ട് തന്നെ ആ ഫിലിമിൽ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമ്മൾ റീക്രിയേഷൻ നടത്തിക്കുക. ഞാനും ഓളും പിന്നെ നമ്മളോടൊപ്പമുള്ള ബാക്കിയുള്ളവരും കൂടിയിട്ടാണ് അതിൻ്റെ റീക്രിയേഷൻ എല്ലാം നടത്തിയത് കേട്ടോ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും വേണമെങ്കിൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയല്ലോ അതിൻ്റെ മുകളിലെത്തി. ഇതിൻ്റെ മുകളിലെത്തിയ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടെയും ഷോപ്പിംഗ് ആണ്. ഇവിടുത്തെ എല്ലായിടത്തും പ്രത്യേകത വെച്ചാൽ എല്ലായിടത്തും ഷോപ്പിംഗ് തന്നെയാണ് മെയിൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയ പൈസക്ക് സാധനമൊന്നും വാങ്ങാൻ പറ്റില്ല, നല്ല എമൗണ്ട് ഉണ്ട്. ഇങ്ങനത്തെ ആൻറ്റിക് പീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടെമ്പിൾ ചുറ്റി കാണുന്ന പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ഷോപ്പിങ്ങും കാര്യങ്ങളാണ്. ഷോപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് വാങ്ങണം തോന്നുന്ന ആൾക്കാർ വാങ്ങും, എന്നെ പോലത്തെ ആൾക്കാർ വാങ്ങൂല. അങ്ങനെ നമ്മൾ ടെമ്പിളൊക്കെ ഫുള്ള് കണ്ട്. ഇതാണ് അടുത്തൊരു വലിയൊരു ബെല്ല് പോലത്തെ സംഭവം കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ അവിടെ എന്തോ പൂജ ഉണ്ട്. എന്താ പൂജ സംഗതിയൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മളത് കണ്ടിട്ട് നേരെ പോകുന്നത്. ഇനി നേരെ അതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ചുറ്റി കാണുന്ന സമയമാണിത്. ഇതൊക്കെ ഓരോരുത്തർക്കൊരു വരച്ച് വെച്ച ചിത്രം കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നാണ് ഓല് പറയുന്നത്. ഇത് നമ്മളോടൊപ്പം വന്ന മാഷും ടീച്ചറാണ്. നമ്മളിപ്പോൾ നേപ്പാളിൽ വന്നിട്ട് സ്വയംഭൂനാഥ് നമ്മളെ യോധയൊക്കെ ഷൂട്ട് ചെയ്ത് ആ ടെമ്പിളിലുള്ളത് എല്ലാവരും കൂടെ കിറ്റിലായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോളൂ, വേറെ ഒന്നും നമുക്ക് പറയാനില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നേരെ റിട്ടേൺ അടിക്കുന്നതാണ് അടുത്ത ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കയറുന്ന പോലെ തന്നെ ഇറങ്ങാനും സ്റ്റെപ്പ് ഉണ്ട്. നേരെ ബേക്ക് വശത്ത് കൂടിയിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നത്. നമ്മളെ വണ്ടി അവിടെയുള്ള. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നേരെ ഇറങ്ങി വന്ന് പറയാനൊരു കാര്യം വിട്ടേ, ഈ ടെമ്പിളിൻ്റെ മുകളിൽ ചെന്നാലും നമുക്ക് അടിപൊളി കാഠ്മണ്ഡുവിൻ്റെ വ്യൂ ഫുള്ളായിട്ട് കാണാം. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്ര അടിപൊളിയാണ് കേട്ടോ. ഇതാണ് കാഠ്മണ്ഡു എന്ന് പറയുന്നത്, ഫുൾ സിറ്റി ഏരിയയാണ്. ഇനി നമ്മൾ പോകുന്നതാണ് പൊക്ര. അതാണ് മക്കളെ നേപ്പാളിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാൻ ആരും മറക്കരുത്. അങ്ങനെ നമ്മൾ നേരെ വണ്ടി കയറി അടുത്ത ടെമ്പിളിലേക്ക് പോയി. സ്പെഷ്യൽ ഫുഡ് ഉണ്ട്, നിങ്ങൾ എനിക്ക് മേടിച്ചു തരും. ഞാൻ കാട്ടിത്തരും. ഞാൻ കാട്ടുന്നത് നിങ്ങൾ എനിക്ക് മേടിച്ചു തരും. ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും വലിയ ഗോളാകൃതിയിലുള്ള ടെമ്പിളിൽ പെട്ട ഒരു ടെമ്പിളാണ് ഇത്. നമ്മളിപ്പം ഇവിടെ ഉള്ളത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നേപ്പാളിലെ ടെമ്പിളാണ്. ഫുൾ ഷോപ്പിങ്ങും കാര്യമാണ്. ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു. ഫുള്ള് ഇവിടെ വരിക, സാധനങ്ങൾ വാങ്ങാം, കുറേ സാധനം ഉണ്ടാവും. പക്ഷെ നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്ത് കൊടുക്കുന്ന പൈസ. എൻ്റെ ഒപ്പം വന്ന ആൾക്കാർ ഫുൾ ഷോപ്പിങ്ങിലാണുള്ളത്. നമുക്ക് വാങ്ങാൻ പറ്റിയൊരു സാധനമില്ല. അതായത് വെച്ചാൽ എല്ലാത്തിനും മുടിഞ്ഞ റേറ്റ്. നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇവരെല്ലാം കൊണ്ടുവരുന്നത്. പൈസ, വെറും പൈസ. ഇതുണ്ട്, ഇതിനൊക്കെ അടിപൊളി റേറ്റ്. ഇതാ നമ്മളെ ബേക്കിലാണ് ടെമ്പിൾ വരുന്നത്. കാണുന്നുണ്ടോ? നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മാത്രം വാങ്ങാം. നമ്മൾ പോയെന്ന് അവിടെ എന്തോ പരിപാടിയുണ്ട്. കാരണം ഇവരെ ആൾക്കാർ ഫുള്ളായിട്ടൊരു ജാഥ പോലെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്താ പരിപാടി കാര്യമൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളെന്താക്കി നേരെ ഒരു ഹോട്ടലിലേക്ക് അങ്ങ് കയറി വേഗം. അവിടുന്ന് നല്ല മോമോസും കുറേ ഫുഡ് ഐറ്റങ്ങളൊക്കെ കഴിച്ചിട്ടോ. ഫുഡ് കഴിച്ച് നേരെ ഇറങ്ങി നോക്കുമ്പോൾ ഓരോ ജാഥ പരിപാടി പിന്നെയും തുടങ്ങിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓർക്ക് എന്തോ പരിപാടി ഉണ്ടായിരുന്നു. നിറച്ചും ആൾക്കാരും ഫുള്ളായിട്ട് ആൾക്കാരാണ്. പിന്നെ ഈ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഷോപ്പിങ്ങിനുള്ള ഏരിയയാണ്. ഷോപ്പിംഗ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഷോപ്പിംഗ് ചെയ്യുക, ഫുഡ് കഴിക്കേണ്ട ആൾക്കാർക്ക് ഫുഡ് കഴിക്കുക. പൈസ പോകുന്ന വൈദ്യുതിയില്ല. കാരണം വെച്ചാൽ നമ്മളെ ഇന്ത്യയുടെ സാധനം തന്നെയാണ് ഒരു ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അതും ഡബിൾ ഇരട്ടിയിലാട്ടോ വെക്കുന്നത്. ഇത് നമ്മളോടൊപ്പം വന്ന ടീംസിലെ ആൾക്കാരാണ്.
അങ്ങനെ നമ്മൾ നേരെ പോയതാണ് അടുത്ത ടെമ്പിൾ. ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, കാരണം വാരണാസീൻ്റെ ഒരു എഫക്റ്റാന്ന് പറഞ്ഞു. വാരണാസി നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്കറിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം, എന്തെങ്കിലും നമുക്ക് എന്തൊക്കെ അവിടെ നടക്കുന്നത്, എന്താ അവസ്ഥ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ലൈവിലാണ് നമ്മളെ മൃതദേഹം എല്ലാം കത്തിക്കുന്ന. അതായത് ഫുള്ളായിട്ട് കത്തിക്കില്ല കേട്ടോ, ഒരു പാതി വെച്ചിട്ട് അത് നിർത്തിയിട്ട് അതിൻ്റെ ബാക്കി ബോൺസും കാര്യമെല്ലാം നമ്മൾ എന്താണോ ഓരോ രീതി ഉണ്ടാവില്ല ആചാരപ്രകാരമായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് ബുക്ക് ഓഫ് ജേർണിൻ്റെ കോർഡിനേറ്ററാണ് ആഷിക്ക്. ഇവനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഇവൻ സൂപ്പറാണ്. നമ്മൾ ആ ഒരു ട്രിപ്പ് ഫുള്ള് അടിപൊളിയാക്കിയത് ഇവനാണ്. എല്ലാവരുടെ കൂട്ടത്തിലുണ്ടാവില്ല ഇങ്ങനെ ഏതോ ഒരു ബംഗാളിനോടൊപ്പം ക്രിക്കറ്റ് കളിയാണെന്നതാണ് ഇവൻ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്കെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ആരതി പരിപാടി എന്നിട്ടൊരു സംഭവമുണ്ട്. പരിപാടിയല്ല കേട്ടോ, പൂജയാണ്. ഒരു 6 മണിയാകുമ്പോൾ ഈ ഒരു ഒഴിഞ്ഞ ഏരിയ എല്ലാം 6 മണിയാകുമ്പോഴേക്ക് ഫുള്ള് ഫില്ലായിട്ടുള്ള, നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലൊരു ഗോൾഡൻ ടെമ്പിൾ എന്നിട്ടുള്ളൊരു സംഭവമുണ്ട്. ആ ടെമ്പിളിലേക്ക് നമുക്ക് മുസ്ലിംസിന് പിന്നെ കയറാൻ പറ്റില്ല, കയറാം പക്ഷെ നമ്മുടെ തലയിൽ തട്ടൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കയറിക്കില്ല കേട്ടോ. ഞാൻ ആ സമയത്ത് ഇവിടെ അങ്ങനെ ചുറ്റി നടന്നതാണ്. നമ്മളവിടെ ഇരിക്കുമ്പോഴും ലൈവായിട്ട് അവിടെ നിന്ന് മൃതദേഹങ്ങളെല്ലാം കത്തിക്കുന്നുണ്ട്, ആൾക്കാരിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ 6 മണിയായി. നമ്മൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മഴയും പെയ്തു, നല്ല മഴ അങ്ങോട്ട് പെയ്ത്. കുറേ നേരം ഒരു വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ ഓരോന്തൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ആൾക്കാരേനും പിന്നെ അത് ഈ ഒരു പൂജ കാണാനായിട്ടാണ് ഇത്രയും ആൾക്കാരോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ ബേക്കിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്നെ ഫോളോ ചെയ്തോളി, സപ്പോർട്ട് ആക്കിക്കോളി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോദിച്ചോളൂ. ഡൗട്ടും കാര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും, ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ ഞാനോട് ചോദിച്ചോളൂ കേട്ടോ. जय जय